ആ നാഥനാ അല്ലാഹ്. ആ നാഥനെ കുറിച്ചാ പരാമർശം, ആ നാഥനെ കുറിച്ചാ പഠനം, ആ നാഥനെ കുറിച്ചാ മുജാഹിദ് പ്രസ്ഥാനം കേരള ജനതയെ പരിചയപ്പെടുത്തിയത്. അതിനുവേണ്ടിയാ മുജാഹിദുകൾ ജീവിച്ചത്. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും എതിർപ്പുള്ളിടത്തും കല്ലേറുകളിലും കൂക്കുവിളികളിലും തോറ്റുപോകാതെ ഈ പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പിൽ പ്രവർത്തിച്ചതെങ്ങനെയാ? സാഗരത്തിൽ ആർച്ചിരമ്പുന്ന തിരമാലകളോട് മല്ലിട്ട് വഞ്ചിയിറക്കി ആഴക്കടലിലെ കൊമ്പൻ സ്രാവിനെ പിടിച്ചുകൊണ്ടുവരുന്ന മുക്കുവനെ പോലെ അന്ധവിശ്വാസങ്ങളുടെ നയക്കടങ്ങളിൽ മുങ്ങിക്കുളിച്ചൊരു ജനതയെ സുന്നത്തിന്റെ മഹാ ആയുധം കൊണ്ട് നേരിട്ട പ്രസ്ഥാനം, അതാണ് ധാർമ്മിക പ്രസ്ഥാനമായ സലഫി പ്രസ്ഥാനം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. എ പി അബ്ദുൽ ഖാദർ മൗലവി പൊന്നാനിയിൽ കുട്ടികൾക്ക് സ്കൂൾ പഠിക്കാൻ പാടില്ല എന്ന് വാദിച്ച പൗരോഹിത്യത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഖുർആനിലെ 96-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ ഉദ്ധരിച്ചു. അല്ലമൽ ഇൻസാൻ എന്നാണ് അല്ലാഹ് പറഞ്ഞത്. അല്ലമൽ ഇൻസാന മാലം യഅലം. മനുഷ്യൻ അറിയാത്തത് പേന കൊണ്ട് പഠിപ്പിച്ചവൻ മനുഷ്യനിൽ പെണ്ണുപെടോ? എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ ചോദ്യമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാപണ്ഡിത കേസരിക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കേരള ജനതയെ പഠിപ്പിച്ചു. എല്ലാ തിന്മകളിൽ നിന്നും ഈ ജനതയെ രക്ഷപ്പെടുത്തി അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ശിർക്കിൽ അധിഷ്ഠിതമായ ചികിത്സ ഉണ്ടായിരുന്നിവിടെ. അതിൽ നിന്ന് തൗഹീദിൽ അധിഷ്ഠിതമായ ചികിത്സയിലേക്ക് മാനവ ജനതയെ കൈപിടിച്ചുയർത്തി മുജാഹിദ് പ്രസ്ഥാനം. സൂര്യനെ സ്തംഭിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മക്കെതിരെ പടപൊരുതി ഈ പ്രസ്ഥാനം 41 കോടി മനുഷ്യരുടെ പ്രാണവായുവായി കണ്ണിലുണ്ണിയായി കാത്തു സൂക്ഷിച്ച സൂര്യൻ സ്തംഭിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മക്കെതിരെ പടപൊരുതി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാക്കി മാറ്റിയ വക്കം അബ്ദുൽ ഖാദർ മൗലവി. അങ്ങനെ തുടങ്ങി മഹാന്മാരാൽ നയിക്കപ്പെട്ട ഒരു മഹാപ്രസ്ഥാനം ഒരു നൂറ്റാണ്ടിന്റെ ജൈത്രയാത്ര നടത്തി. എനിക്കിവിടെ കൂടിയവരോടെല്ലാം ആസ്വദിക്കാൻ വരുന്നവരുണ്ടാകും ഇത്, ആനന്ദിക്കാൻ വരുന്നവരുണ്ടാകും ഇത്, ക്ലിപ്പിങ്ങുകൾ കട്ട് ചെയ്ത് മുറിച്ച് ആഘോഷം കൊള്ളാനുള്ളവരുണ്ടാകും ഇവിടെ. പക്ഷെ നിങ്ങൾ അറിയണം, ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. മരണത്തിന്റെ സമയമായാൽ ഒരു നായിക പ്രപഞ്ചനാഥൻ വിട്ടുതരില്ല. പാപ്രാസികളുടെ കണ്ണിൽ രക്ഷപ്പെടാൻ ഓടിയ 7 ലോകസുന്ദരന്മാരുടെ കൂടെ ജീവിച്ച് ദാമ്പത്യം പരാജയപ്പെട്ടു പോയ ഡയാന രാജകുമാരി, അവരുടെ കഥകൾ. വിക്ടർ ഹ്യൂഗോ, പാവപ്പെട്ടവന്റെ കണ്ണിലുണ്ണിയായി വളർന്ന വിക്ടർ ഹ്യൂഗോ അനവധി സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് ജീവിതം ഭ്രാന്ത് പോലെ കഴിഞ്ഞുകൂടിയ വിക്ടർ ഹ്യൂഗോ. അങ്ങനെ ബർട്രൻഡ് റസൽ, അങ്ങനെ തുടങ്ങി ലോകത്ത് പല ആളുകളും ജീവിച്ചു മരിച്ചുപോയി. മരണത്തോടു കൂടിയാണ് ജീവിതം ആരംഭിക്കുക. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന അം ഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ല, നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ മാധവ, ജോർജ്, മുഹമ്മദേ, ബഷീറെ, ആയിഷ, ആമിന, കല്യാണി, സാറാമി, നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതം ഈ മരണത്തോടു കൂടി അങ്ങ് അവസാനിക്കുമെന്ന്? പടച്ചവനിലേക്ക് നിങ്ങൾ മടങ്ങില്ലെന്ന്? ഇലല്ലാഹി മർജൂക്കും ജമീഅ ഫഉനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ. 5-ാം അധ്യായം 105-ാമത്തെ വചനം, 23-ാം അധ്യായം 115-ാമത്തെ വചനം. ഇലല്ലാഹി മർജൂക്കും ജമീഅ. 714 കോടി മനുഷ്യരും ആ ദൈവത്തിന്റെ സന്നിധിയിൽ വരും, അള്ളാഹുവിന്റെ മുമ്പിൽ വരും. അവിടേക്ക് ക്ഷണിക്കാനാണ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതിലേക്ക് ക്ഷണിക്കാനാ ആ പ്രവാചക തിരുമേനി വന്നത്. ആ പ്രവാചകൻ ഖാതിമുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തിരുമേനി. അദ്ദേഹം ഈ ജനതയെ പഠിപ്പിച്ചത് ഏകദൈവാരാധനയാണ്. മക്കയിലെ പ്രവാചകൻ വന്നു. ലാത്തയെ, ഉസ്സയെ, മനാത്തയെ, ഖുബലിനെ, വദ്, സുവാ, യഗൂസ്, യഗൂഖ്, നസ്ർ, ഇവരെയൊക്കെ ഇബ്രാഹിം, ഇസ്മായിൽ അലൈഹിമുസ്സലാം, ഈസ, മറിയം തുടങ്ങി മഹദികളെയും മഹാന്മാരെയും ഉസൈർ, അങ്ങനെ തുടങ്ങി പലരെയും വിളിച്ച് ആരാധിച്ച സൗദി അറേബ്യ. അവിടെയാണ് ആ പ്രവാചകൻ വന്നത്. തായ്വരകളിലെ ജിന്നുകളെ അവരാരാധിച്ചു, മലക്കുകളെ അവരാരാധിച്ചു. കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും അതെല്ലാം അവരാരാധിച്ചു. അവരെ തിരിച്ചു വിളിച്ചു പ്രവാചകൻ, യാ അയ്യുഹന്നാസ് വഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥനിലേക്ക് നിങ്ങൾ മടങ്ങി വരിക, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ
വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. ഈ ഭൂമിയെ നിങ്ങൾക്ക് വിശാലമാക്കി തന്നവൻ. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പരിചയപ്പെടുത്തുന്ന ദൈവാര പിജിയെ കൊണ്ട് വെറുതെ പറയിപ്പിച്ചല്ല. അല്ല, ഒരു ദർഗയിലേക്ക് നിങ്ങൾ നയിച്ചിട്ടില്ല. ഇല്ല ഇല്ല, ഒരു ദർഗയിലേക്ക്, ഒരു ജിന്നിലേക്കും നിങ്ങൾ നയിച്ചിട്ടില്ലേ. ഇസ്ലാം ലോകത്തിന്റെ സിട്ടാവിലേക്ക് മർമ്മം മനസ്സിലായിക്കൂടെ? എന്താ വാദം? എന്താ ഇവിടുത്തെ പ്രശ്നം? ആരെവിടെ ശിർക്കിലേക്ക് പോയത്? എന്താ ഇവിടെ തൗഹീദ്? അത് അറിയണം നിങ്ങൾ. എന്താ തൗഹീദ്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നവൻ. ആകാശമേലാപ്പിനെ നിങ്ങൾക്ക് ഒരു മേൽക്കുരയാക്കി തന്നവൻ. ആ നാഥനെ ആരാധിക്കേണ്ടത്. ആ നാഥനായി ഇവിടെ ഹയ്യുൽ ഖയ്യൂം, രാജാതിരാജൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിക്കുന്നുണ്ടോ? നമുക്കത് മാറ്റാ അറിയണം. മരിച്ചു, ഒരിക്കലും മരിക്കാത്ത, ഹയ്യുൽ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത നിങ്ങളുടെ റബ്ബ് ഇവിടെ ഉണ്ട്. അതാ നമ്മുടെ വിശ്വാസം. വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലുഖൂൻ അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. 16-ാം അധ്യായം 21-22. സമസ്തക്കാരെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഉണ്ടല്ലോ ആനന്ദിക്കുവാനും സന്തോഷിക്കാനും. വല്ലാണ്ട് സന്തോഷിക്കണ്ട. മൂവാറ്റുപുഴയിൽ പങ്കെടുത്തോലെ ഓർത്തോപ്പം സന്തോഷിച്ചോളി. ഞങ്ങൾ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കണ്ട. ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, അല്ലാഹ് പറയാണ് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ, ലാ ബുർഹാന ലഹു ബിഹി, അല്ലാഹ് അല്ലാത്തോലെ വിളിച്ചു പ്രാർത്ഥിക്കവർക്ക് തെളിവില്ല. പിന്നെ എങ്ങനെ യാ ഇബാദല്ലാഹ് നിങ്ങൾക്ക് തെളിവാകുക? പടച്ചറബവന്റെ ഖുർആനിലെ 23-ലെ 117-ാമത്തെ വചനത്തിൽ പറയുന്നു, ലാ ബുർഹാന ലഹു ബിഹി മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി. അല്ലാഹ് അല്ലാത്തോലെ വിളിച്ചു പ്രാർത്ഥിക്കാൻ അവർക്ക് യാതൊരു തെളിവില്ല. കേരള മണ്ണിൽ ഇത് ഓതി പഠിപ്പിച്ചു കൊടുത്തവരാ മുജാഹിദുകൾ, സെലഫികള്. അവർക്കാ സെലഫികൾ എന്ന് പറയാ. അവരെയാണ് സെലഫികൾ എന്ന് വിളിക്കുക. മനസ്സിലായോ? മാത്രമല്ല, ഖുർആൻ ഇവിടെ പറയണെന്താ? ലാ ബുർഹാന ലഹു ബിഹി. അപ്പൊ ഏതൊരുത്തൻ ഖുർആൻ അല്ലാഹ് അല്ലാത്തവരോട് ദ്വേർക്ക തെളിവുണ്ട് പറഞ്ഞാൽ ഉടനെ മനസ്സിലായിക്കോളുക അവൻ ഖുർആന്റെ നിഷേധിയാണ്. കാരണം അല്ലാഹ് പറയാ ഖുർആനിൽ തെളിവില്ല. എന്നിട്ട് ഖുർആനിൽ തെളിവുണ്ട് പറഞ്ഞാലോ, എന്നിട്ട് ആ മൊയ്ലിയർ അംഗീകരിക്കേ? അല്ലാഹ് പറയാ അല്ലാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവില്ല. പടച്ചോനാ പറയണേ. എന്നിട്ട് ഒരു പടപ്പ് പറയാ അല്ലാഹ് പറയല്ല, എന്നിട്ട് അല്ലാഹ് പറയേ ഉണ്ടെന്ന് ഏർക്കിടില്ല. എന്നിട്ട് വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞതോ, അല്ലാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അംവാതുൻ. ആദ്യം പറഞ്ഞു അവർ സൃഷ്ടികളാണ്, സൃഷ്ടാവല്ല. മലക്കും ജിന്നും ഒക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഭൗതികവുമാണ്. ആലോചിച്ചോളി, നന്നായിട്ട് പഠിച്ചോളി. മലക്ക് ഭൗതികമാണ്, ഭൗതിക സൃഷ്ടിയാണ് മലക്ക്, ഭൗതികതയുടെ ഉള്ളിലുള്ളതാണ്. മലക്ക് ഭൗതികമല്ലെങ്കിൽ, അഭൗതികമാണെങ്കിൽ മലക്കിന്റെ സഹായം ഭൗതികോ അഭൗതികോ? മലക്ക് മനുഷ്യനെ സഹായിക്കുന്നുള്ളതിൽ അഭിപ്രായ ഭിന്നത സലാം സുല്ലമിക്ക് മാത്രമേ കേരളത്തിലുള്ളൂ. പിന്നെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന ആളുകൾ. എന്നാൽ മലക്ക് അഭൗതിക സൃഷ്ടിയാണെങ്കിൽ മലക്കിന്റെ സഹായ ഭൗതികാണോ? എങ്കിൽ മലക്ക് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കല്ലേ? അല്ലേ? അപ്പൊ ഖുർആന്റെ എത്ര വചന കട്ട് ചെയ്ത് ഒഴിവാക്കുക? എത്ര ഖുർആനിക വചനം ഒഴിവാക്കുക? പ്രപഞ്ചത്തിനുള്ളിലെ അതെല്ലാം ഭൗതികമാണ്. അഭൗതികമായ മാർഗത്തിൽ സഹായിക്കാൻ കഴിവുള്ള ഏക ശക്തി ലോകത്തിന്റെ സിട്ടാവാണ്. ആ സിട്ടാവിനോടാണ് പ്രാർത്ഥന, ആ സിട്ടാവിനോടാണ് സഹായം നേട്ടം. കാര്യകാരണ ബന്ധങ്ങളുടെ അപ്പുറത്തു നിന്നുകൊണ്ടുള്ള എല്ലാ തേട്ടങ്ങളും പടച്ചതമ്പുരാനോട് മാത്രമാണ്. ഇസ്ലാം നാളിതുവരെ പഠിപ്പിച്ച അതാണ്. ലോകത്ത് നാളിതുവരെ ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ചാതാ. അതുകൊണ്ട് ആരും പുളകം കൊള്ളണ്ട. കാറൂനോട് പറഞ്ഞ പോലെ താന്നു പോകും നിങ്ങൾ അറബിക്കടലിൽ. ഞങ്ങളൊന്നാഞ്ഞു വീശി സെലഫിയത്തൊന്നടിച്ചാൽ സമസ്ത കൂടാരം കിടിലം കൊള്ളും. അതങ്ങ് അറബിക്കടലിലേക്ക് ഒലിച്ചു പോകും. അതിന് മാത്രം ഉറപ്പൊന്നും നിങ്ങൾ കെട്ടിപ്പടുത്ത കൊട്ടാരത്തിനില്ല. അതിനാ ഷീട്ട് കൊട്ടാരത്തിന്റെ അത്ര ഉറപ്പേ അതിനുള്ളൂ. ഞങ്ങൾ ഊതിയപ്പോഴൊക്കെ തകർന്നു പോയവരാ നിങ്ങൾ ആദർശപരമായി. പിന്നെയോ സെലഫി ആദർശം വിട്ട് ഒരു സെലഫിയുടെ ആദർശം സ്വീകരിച്ചപ്പോ പരാജയം ഉണ്ടായി. എങ്ങനെ? മൻഹജു സലഫ് വിട്ട് ഒരു വ്യക്തിയുടെ മൻഹജ് സ്വീകരിച്ചപ്പോ അത് സ്വീകരിച്ചാക്ക് പരാജയം ഉണ്ടായി. രണ്ടാളല്ല സെൽഫികള്, അല്ല.
ബഹുമാനനായ എ.പി. അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞിട്ടുണ്ട്, മനേജു സലഫ് എന്ന് പറഞ്ഞാൽ അത് അബ്ദുറഹ്മാൻ സലഫിന്റെ മനേജ് അല്ല. അതന്നെ ആ മനേജ് സ്വീകരിച്ചു. പിന്നീട് മൗലവി ഭയപ്പെട്ട ആ മനേജ് പിന്നീട് സ്വീകരിക്കപ്പെട്ടു. അപ്പോ പരാജയപ്പെട്ടു. ഞങ്ങൾ മനേജ് കൈവിടാത്ത കാലത്തോളം ഞങ്ങൾക്ക് എന്ത് പരാജയം? ഞങ്ങൾക്കൊരു പരാജയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് അഞ്ജനം എന്നത് ഞാനറിയും, മഞ്ഞൾ പോലെ വെളുത്തിട്ട്. എന്താ സംഭവം രണ്ടും അറിയില്ല. ഇവിടെ എന്താ പ്രശ്നം ആളുകൾ അറിയാൻ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് വന്നു. പ്രവാചകൻ നല്ല മീനായിരുന്നു, വിശ്വസ്തനായിരുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തി. പ്രതിഷേധങ്ങൾ ഉണ്ടായി. മജ്നൂനാണെന്ന് പറഞ്ഞു, കാഹിനാണെന്ന് പറഞ്ഞു, സാഹിറാണെന്ന് പറഞ്ഞു, പല രൂപത്തിലും പറഞ്ഞു. അതെല്ലാം ഏറ്റുവാങ്ങി. 68 അധ്യായം 4-ാമത്തെ വചന. ആരെന്തൊക്കെ പറഞ്ഞാലും നബിയെ താങ്കൾ നല്ലൊരു മനുഷ്യനാ, ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ ആളാ. ആ പ്രവാചക തിരുമേനി ലോകത്ത് പഠിപ്പിച്ചു. ആ പ്രവാചകനെ സ്വഹാബത്ത് സ്വീകരിച്ചു. ആ പ്രവാചകനെ അവർ ഇത്തിബാഅ് ചെയ്തു. അവരുടെ സ്നേഹം ഇത്തിബാഇലൂടെ പ്രകടിപ്പിച്ചു. ഇതെല്ലാവരും മനസ്സിലായിക്കൂടെ? പ്രവാചകൻ ഇന്ന് ലോകത്ത് വ്യാപകമായി നടക്കുകയാണ്. വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നെഞ്ചിലേറ്റിയവനാണ് ഒരു മുസ്ലിം. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല്ല് തേച്ച പോലെ പല്ല് തേക്കാൻ, നബി കുളിച്ച പോലെ കുളിക്കാൻ, നബി ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ട പോലെ ഏർപ്പെടാൻ, അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ച A to Z ജീവിതത്തെ പിന്തുടർന്നവരാണ് മുസ്ലിങ്ങൾ. നിങ്ങൾ അറിയണം, ലോകത്ത് മറ്റൊരു വിഭാഗത്തിനും അതില്ല. ബാത്റൂമിലേക്ക് ബാലേട്ടൻ കാലെടുത്തു വെക്കുന്നത് ശ്രീരാമൻ കാലെടുത്തു വെച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. രാവിലെ സുരേന്ദ്രൻ പല്ല് തേക്കുന്നത് ശ്രീകൃഷ്ണൻ പല്ല് തേച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. മുസ്ലിങ്ങൾ അങ്ങനെയല്ല. അവർ ബ്രഷ് എടുക്കുന്നതിന് പോലും പുണ്യമുണ്ട് അവർക്ക്. ലൗലാ അൻ അശുക്ക അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് പ്രയാസമുണ്ടാകുമായിരുന്നില്ലെങ്കിൽ ഞാൻ ഒരു 5 നേരം ദന്തശുദ്ധി വരുത്താൻ പറയുമായിരുന്നു. അങ്ങനെ ആ പ്രവാചകൻ അവർ സ്വീകരിച്ച് അവർ കൈനകം വെട്ടുന്നു. എന്തുകൊണ്ട്? വൃത്തിയുടെ ഭാഗമായിട്ടല്ല, പ്രവാചകൻ പഠിപ്പിച്ചു. രണ്ടാമത് വൃത്തി. അവർ മീശ വെട്ടി ഒതുക്കി, പ്രവാചകൻ പഠിപ്പിച്ചു. അവർ താടി നീട്ടി, പ്രവാചകൻ പഠിപ്പിച്ചു. അവർ നരിയാണയുടെ മേലെ തുണി ഉടുത്തു, പ്രവാചകൻ പഠിപ്പിച്ചു. അല്ലാതെ ആർക്കെതിരുമല്ല ഇത്. ഈ താടി തീവ്രവാദത്തിൻ്റെതല്ല, ഭീകരവാദത്തിൻ്റെതല്ല, മറിച്ച് പ്രവാചകന്റെ സുന്നത്തിന്റെ ഭാഗമാണ്. അത് ഇത്തിബാഅ് ചെയ്യൽ, പടച്ചവന്റെ വഹിയനെ അനുസരിക്കലാണ്. ആരാ പ്രവാചകൻ? ചേകന്നൂർ മൗലവി പറഞ്ഞ പോലെ ഒരു പോസ്റ്റ്മാന്റെ റോള കത്തിങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക, വേറൊന്നുമില്ല. അത് കൊടുത്തിട്ട് പോവാ. അതല്ല, മാനുസില ഇലൈഹിം, താങ്കളിലേക്ക് നാം നൽകിയത് താങ്കൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. വമാ ബല്ലഅത റിസാല, താങ്കൾ ആ റിസാലത്ത് നിർവഹിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ദീൻ അത് വിശദീകരിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടി പ്രവാചക തിരുമേനിയുടേതാണ്. ആ പ്രവാചക തിരുമേനി എന്ത് ദീനിന്റെ പേരിൽ സംസാരിച്ചോ അത് വഹിയാണ്. ചരിത്രത്തിലൊരു വലിയ സംഭവം പറഞ്ഞു തരാൻ ഞാൻ നിങ്ങൾക്ക്. ചരിത്രത്തിലെ വലിയൊരു സംഭവം. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദിനാ മിൻഹു ബിൽ യമീൻ. അല്ലാഹു പറയാൻ 69-ാം അധ്യായം 44-45 വാചകം. നബിയെ, താങ്കൾ എങ്ങാനും അല്ലാഹുവിന്റെ പേരിൽ ഒരു വാചകം കെട്ടിച്ചമച്ചാൽ അങ്ങയെ ഞാൻ വലത് കൈ കൊണ്ട് പിടിക്കും. അല്ലാഹു പറയാൻ റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ പരിഭാഷയിൽ അല്ലാഹുവിന്റെ വലത് കൈ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അന്നൊരു വിവാദ വിഷയമല്ല. അല്ലാഹുവിന്റെ കൈ, അല്ലാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ കൈ, അല്ലാതെ പേരോടിന്റെ കൈയല്ല, സുലൈമാൻ സക്കാഫിയുടെ കൈയല്ല, നൗഷാദ് അഖ്സരിയുടെ കൈയല്ല. എന്താ പോലെ മൂന്നാളെ പറഞ്ഞ് ഓലിത് വിമർശിക്കുന്നില്ല. അവര് വിചാരിച്ച എന്താ? അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവരെ പോലെ ഒരു രൂപമുള്ള ഒരാളാണ്, അങ്ങനെ കയ്യും കാലുള്ള ഒരാളാണ്. അത് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അല്ലാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ റബ്ബിന്റെ കൈ, അല്ലാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ മുഖം, അതന്നെ നമുക്കാർക്കും സങ്കല്പിക്കാൻ കഴിയില്ല. ആ പടച്ചോന്റെ കൈ കൊണ്ട് റസൂലുള്ളാഹിനെ പിടിക്കും. എന്നിട്ടോ റസൂലുള്ളാഹിന്റെ ജീവനാടി മുറിച്ചു കളയും. ഓർക്കണം, നബി അള്ളാന്റെ പേരിൽ ഒരു വാക്ക് പറഞ്ഞ ജീവനാടി മുറിച്ചു കളയുന്ന. അപ്പോ റസൂലിന്റെ ജീവനാടി മുറിക്കപ്പെട്ടില്ല. അതിന്റെ അർത്ഥം അള്ളാന്റെ പേര് റസൂൽ ഒരറഫും കള്ളം പറഞ്ഞിട്ടില്ല. അപ്പോ സഹിയായ ഹദീസ് എല്ലാം സ്വീകരിച്ചോളൂ. കാരണം എന്താ? അത് സഹിഹായിരുന്നില്ലെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചതായിരുന്നെങ്കിൽ അള്ളാന്റെ വാക്ക് അല്ലാഹ് പാലിക്കാതിരിക്കോ? ഓർക്കണം, ഗൗരവമായി പഠിക്കണം. അതുകൊണ്ട് സഹിയായ ഹദീസുകളെ
ആ വിധത്തിൽ പരിഗണിക്കുക എന്നുള്ളതാണ് വളരെ കാതലായ, വളരെ വ്യക്തമായ ഇസ്ലാഹി പ്രസ്ഥാനം സ്വീകരിച്ച വഴി. ഇസ്ലാഹി പ്രസ്ഥാനം എന്താണ്? മൻഹജുസ് സലഫ്, എന്താണ് പ്രവാചകൻ, ആരാണ് സ്വഹാബിമാർ, എന്താണ് ഹദീസ്, ആരാണ് ഇമാം ബുഖാരി, എന്താണ് സഹീഹ് മുസ്ലിമിന് ലോകത്തുള്ള സ്ഥാനം, എന്താണ് പ്രവാചകനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സിഹറിനെ കുറിച്ച് ലോക മുസ്ലിമീങ്ങൾ പറഞ്ഞത്, എന്താ ജിന്ന്, അതിന്റെ കഴിവെത്രയാ, അതിന്റെ മനുഷ്യരിലെ ഇടപെടലുകൾ എത്രയാണ്, അതുണ്ടാകുമോ, എല്ലാം പഠിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കാനിരിക്കുന്ന എന്താ? മരണാനന്തര ജീവിതത്തിലെ നാശമാണ്. മരണാനന്തര ജീവിതത്തിലെ രക്ഷയെ ബേസ് ചെയ്തിട്ടാണ് ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രത്യേകതയുണ്ട്, അങ്ങനെ ശ്രദ്ധിച്ചോ. എന്നെ പലപ്പോഴും സമസ്തയിലെ കുട്ടികൾ മർക്കസ് ഒന്ന് വിളിച്ചിട്ട് ചോദിക്കും, ഇപ്പൊ നിങ്ങളുടെ പ്രസ്ഥാനം എത്രയായി നിങ്ങളുടെ പ്രസ്ഥാനം? ഞാൻ ചോദിച്ചു, മോനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനാണോ? ആ, മുഹമ്മദ് നബി മഹാനാണ്. മോനെ മുഹമ്മദ് നബിന്റെ ഉമ്മത്തിനെ കുറിച്ച് മുഹമ്മദ് നബി എന്താ പറഞ്ഞു? എന്റെ ഉമ്മത്ത് 73 ആകുന്നു. അത് ക്രെഡിറ്റ് ആണോ, അയോഗ്യതയാണോ, നബീന്റെ ദോഷാണോ, എന്താ മോനെ ചോദിച്ചു. അപ്പൊ മനസ്സിലായി ഇത് കൊരലിക്കുള്ള പിടുത്താന്ന്. എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും, മുഹമ്മദ് നബീന്റെ ഉമ്മത്ത് പിരിയുന്നാ പറഞ്ഞു. മനസ്സിലായില്ലേ? ആ പിരിച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷെ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? എന്താണത്? നിങ്ങൾ എത്ര വിഭാഗമായാലും അതിലൊരു വിഭാഗം, ആ ഒരു വിഭാഗമാണ് സ്വർഗത്ത് പോവുക. അവരാരാ? കുല്ലുഹും ഫിന്നാർ ഇല്ല വാഹിദ ഇല്ല മില്ലത്തൻ വാഹിദ മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. ഞാനും എന്റെ സ്വഹാബത്തും ഏതുപോലെ ജീവിച്ചുവോ, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ആ ഉത്തമ തലമുറ, ആ തലമുറ എന്ത് വിശ്വസിച്ചു, അവർക്ക് എന്ത് ശിർക്കാണോ അത് നമുക്ക് ശിർക്കാണ്, അവർക്ക് എന്ത് ശിർക്കാണോ അത് നമുക്ക് ശിർക്കാണ്, അവർക്ക് എന്ത് ശിർക്കല്ലയോ നമുക്കത് ശിർക്കല്ല. അവർ പഠിപ്പിച്ചതാണ് സുന്നത്ത്, അവർ പഠിപ്പിച്ചതാണ് ദീൻ, അവർ നബിയിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതാണ് ദീൻ. അതുകൊണ്ടാണ് ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്ന ഖുർആനിന്റെ പ്രയോഗം. ആ സ്വഹാബത്തിന്റേതല്ലാത്തൊരു വഴി, ആ ത്വാബീകളുടേതല്ലാത്തൊരു വഴി, അവരെ നല്ല നിലക്ക് തുടർന്ന ആളുകളുടേതല്ലാത്തൊരു വഴി എന്ന് 4-ാം അധ്യായം 115-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്. അവർ റസൂലുള്ളാഹിനെ തോന്നിയതുപോലെ ഇത്തിബാഅ് ചെയ്താ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ, നബി അറിഞ്ഞ പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരവുമായി ബന്ധപ്പെട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ താടി നീട്ടുന്നവർ മുജാഹിദുകളാണ്. എല്ലാവർക്കും അറിയാം. അതിന്റെ പേരിൽ ഏറെ ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നവർ അവരാണ്, അല്ലേ? അതിനു നേരെ ജമാഅത്തെ ഇസ്ലാമി കുതിര കയറി, അതിനു നേരെ ചേകന്നൂർ കുതിര കയറി, അതിനു നേരെ ഹദീസ് നിഷേധികളായ ആളുകളൊക്കെ കുതിര കയറി, അതിനു നേരെ ആധുനിക ഹദീസ് നിഷേധികളിൽ കേരളത്തിന്റെ ലീഡറായ സലാം സുല്ലമി കുതിര കയറി, അല്ലേ? പുട്ടശ്ശേരി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കുതിര കയറി. പ്രവാചകന്റെ സുന്നത്തിനെതിരെ പല ആളുകളും പല നാളുകളിലും പല കാലങ്ങളിലും പല രൂപത്തിലും ഞങ്ങൾ അവിടെ വളരെ കൃത്യമായി ചില റൂട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു. അവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, എന്ത്? ഫലാ വറബ്ബിക് ലാ യുക്മിനൂൻ ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. അവിടെ എന്താ പറഞ്ഞത്? അല്ലാഹയാണ് സത്യം, നിന്റെ നാഥനെ തന്നെയാണ് സത്യം, നീ വിശ്വാസിയാവുകയില്ല. ഏതുവരെ നിഷേധത്തിന്റെ ലാമ് 2 തവണ ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഫലാ വറബ്ബിക് ലാ യുക്മിനൂൻ ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും. നിങ്ങളിൽ ഒരാളും യഥാർത്ഥത്തിൽ വിശ്വാസികളാവുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യത്തിൽ വിധി പറയുകയും ആ വിധി നിങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നൊരവസ്ഥ നിങ്ങൾക്ക് വന്നാൽ, നിങ്ങളുടെ മനസ്സിനൊരു ചൊറിച്ചിലുണ്ടായാൽ, ഒരു സുന്നത്തിനെതിരെ ഒരു ചൊറിച്ചില് മനസ്സില്, കഷ്ടം, ഇതൊക്കെ പറഞ്ഞല്ലോ, ഇതൊക്കെ ഉണ്ടായി പോയല്ലോ എന്ന് തോന്നിയാൽ നിങ്ങൾ വിശ്വാസിയാവൂല എന്നാ. ഇതൊരു ഈമാനിന്റെ ഭാഗമാണ്, പരലോകത്തിന്റെ ഭാഗമാണ്. ആസ്വദിക്കാൻ വന്നവരോടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, പഠിച്ചു പോയിക്കോളി, മനസ്സിലാക്കി പോയിക്കോളി. 2 കാര്യങ്ങൾ സാന്ദർഭികമായി, ഞാൻ ഈ പറഞ്ഞ വിഷയവുമായി 2 കാര്യങ്ങൾ. എവിടെയാ നമുക്ക് തകരാറ് പറ്റിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സുന്നത്തും എടുക്കാൻ കഴിയോ ഒരാൾക്ക്? കഴിയോ? നബി പറഞ്ഞിട്ട് എല്ലാം എടുക്കാൻ കഴിയോ ഒരാൾക്ക്? ഇല്ല. അങ്ങനെ അല്ലാഹു മനുഷ്യനെ നിർബന്ധിച്ചോ? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹാ. ഒരു നഫ്സിന് കഴിയാത്ത അല്ലാഹു കൽപ്പിക്കൂല. പക്ഷേ എല്ലാ ബിദ്അത്തൊന്നും വിട്ടു നിൽക്കണം.
കുന്തു നഹൈതുകും അൻ ശൈഇൻ ഫജ്തനിബു വഇദ അമർതുകും ബിഅംരിൻ ഫൗതു ബിഹി മസ്തതഅതു. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ സുന്നത്ത് എടുക്കണം, ബിദ്അത്ത് ഒക്കെ ഒഴിവാക്കണം, പ്രവാചകൻ വിലക്കിയതൊക്കെ ഒഴിവാക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. ഖുർആൻ 59-ാം അധ്യായം 7-ാമത്തെ വചനം. റസൂൽ കൊണ്ടുവന്നതിനെ നിങ്ങൾ സ്വീകരിക്കുക, റസൂൽ ഉപേക്ഷിച്ചതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക. അവനവന്റെ കൂടെയുള്ളവർ ഇസ്ലാമിക വിരുദ്ധ പണിയെടുക്കുമ്പോ ഉള്ളെന്ന് പറയണം, സമ്മതിച്ചു. അവരോട് പറയണം, സമ്മതിച്ചു. നിരന്തരമായി പറയണം, സമ്മതിച്ചു. ഇതെല്ലാം കഴിഞ്ഞു. അനുസരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഏതുപോലെ കപ്പലിൽ ഇങ്ങനെ യാത്ര പോവുകയാണ്. ആ കപ്പലിന് ദ്വാരമുണ്ടാക്കുന്ന ഒരു ടീം കുറെ കഴിഞ്ഞപ്പോ, 1 മാസ വഴി ദൂരമുള്ള കപ്പൽ യാത്ര, എല്ലാരും നല്ല പരിചയമാണ്. കപ്പിത്താൻ അതിനെ നയിക്കുന്നു. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോ അയാൾ കപ്പലിന് ദ്വാരം ഉണ്ടാക്കുക. അപ്പൊ സ്വാഭാവികമായി 2 നിലയുള്ള കപ്പൽ മുങ്ങിപ്പോവൂലേ? മുങ്ങിപ്പോവും. കപ്പിത്താൻ ഇത്രയും ദിവസം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു, നമ്മുടെ നേതാവായിരുന്നു, നയിച്ചാളായിരുന്നു എന്നതുകൊണ്ട് കപ്പലിന് ദ്വാരം ഉണ്ടാക്കുന്നത് നോക്കിക്കാൻ പറ്റുമോ? പറഞ്ഞു, കൈപിടിച്ചു, ഉപദേശിച്ചു, ഒരുപാട് പറഞ്ഞു. എന്നിട്ടും ധിക്കാരപുരസരം ആ കപ്പലിന് ദ്വാരമുണ്ടാക്കുകയാണെങ്കിൽ പറയൂ, ആ കപ്പലിലെ മുഴുവൻ മനുഷ്യരും മുങ്ങി മരിക്കാൻ അനുവദിക്കുന്നവർ പ്രതികരണ ശേഷിയുള്ളവരാണോ? ആണോ? ആ 2 നില കപ്പലിലെ മുഴുവൻ ആളുകളും മുങ്ങി മരിച്ചു പോകണം എന്ന് ചിന്തിക്കുന്നവർ മാനവ സമൂഹത്തിന്റെ രക്ഷ ആഗ്രഹിക്കുന്നവരാണോ? വളരെ പ്രധാനമായ ഒരു ചോദ്യം ഇത്. ഞങ്ങൾ പൊരുതി പറഞ്ഞു നോക്കി, എല്ലാം ഉപദേശിച്ചു, ഞങ്ങളുടെ തെറ്റെന്ത് എന്ന് ചോദിച്ചു, തിരുത്താമെന്ന് പറഞ്ഞു, അതുപോലുള്ള ഓരോ കാര്യങ്ങളിലും. പക്ഷേ ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ട ചില ആളുകൾ അവരുടെ ഇഷ്ടാനിഷ്ടത്തിനൊത്ത്, താല്പര്യങ്ങൾക്കൊത്ത് ഈ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ തീരുമാനിച്ചു. അത്തരം തീരുമാനങ്ങൾ ഇസ്ലാമികമല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഞങ്ങളത് തുറന്നു പറഞ്ഞു, ജനങ്ങളോട് ഞങ്ങളത് വിശദീകരിച്ചു. പല കാര്യങ്ങളിലും സുന്നത്ത് നിഷേധിക്കുന്നു, അത് ഇവിടെ മുത്തസ്ലിയാക്കൾ കൊണ്ടുവന്നു, അത് കേരളത്തിലേക്ക് വന്നു. ചേകന്നൂരും CN അഹമ്മദ് മൗലവിയും അത് സ്വീകരിച്ചു. ഖുർആനിന്റെ നിഷേധം വരെ ഉണ്ടായി. ഹദീസുകളെയും ബുഖാരിയെയും ഒക്കെ തെറി പറയാൻ തുടങ്ങി. അബൂ ഹുറൈറ ജൂതനാണെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പലതും. ഉമർ മൗലവി അതിനെ എതിർത്തു. കോഴിക്കോട് ടൗൺ ഹാളിൽ ചേകന്നൂർ മൗലവിയുമായി വാദപ്രതിവാദം നടത്തി. ആർക്കും ചോദിക്കാനുള്ള അവസരം നൽകി. ചേകന്നൂരും ഞാനും എന്ന ടൈറ്റിലിൽ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് ഇത് കുറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയുക. മഹാനായ പി അബ്ദുൽ ഖാദർ മൗലവി വണ്ടൂർ ചേകന്നൂരിന്റെ വാദമുഖങ്ങളെ തകർത്ത് തരിപ്പണമാക്കി. അങ്ങനെ ആ ചേകന്നൂരിന്റെ തിരോധാനത്തിന് ശേഷം കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതെന്താണ്? മുജാഹിദ് പ്രസ്ഥാനമാണ് ഇബ്ലീസിന്റെ ഏറ്റവും വെറുപ്പുള്ള പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനമാണ് തൗഹീദിന്റെ വാഹകർ. ഇബ്ലീസിന് ഏറ്റവും വെറുപ്പ് തൗഹീദിനോടായിരുന്നു. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ശിർക്കിനോടായിരുന്നു. മുജാഹിദുകൾക്ക് ഏറ്റവും വലിയ വെറുപ്പ് ശിർക്കിനോടാണ്. മുജാഹിദുകൾക്ക് ഏറ്റവും ഇഷ്ടം സുന്നത്തിനോടാണ്. മുജാഹിദുകൾക്ക് ഏറ്റവും വെറുപ്പ് ബിദ്അത്തിനോടാണ്. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്തിനോടാണ്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലോകത്ത് എന്റെ മരണമായിരിക്കും, ഇബ്ലീസ് ഏറെ സന്തോഷിക്കുക. അടിവരയിടനെ, സമസ്തക്കാരെ, ജമാഅത്തെ ഇസ്ലാമിക്കാരെ, മുജാഹിദുകളെ ഓരോരുത്തരും നെഞ്ചകത്തോർക്കുക. ഇബ്നു അബ്ബാസ് പറയാണ്, എന്റെ മരണമായിരിക്കും ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എന്തേ കാരണോ? ഇബ്ലീസ് പടിഞ്ഞാറോ കിഴക്കോ ഒരു ബിദ്അത്ത് ഉണ്ടാക്കും. ആ ബിദ്അത്തിന്റെ അഹ്ലുകാർ എന്നെ സമീപിക്കും. സുന്നത്ത് കൊണ്ട് ഞാൻ അതിനെ തരിപ്പണമാക്കും. അതുകൊണ്ട് ഇബ്ലീസിന് എന്നോട് വെറുപ്പാൻ. എങ്കിൽ പറയൂ, സമസ്തയെ ഓർത്ത് ഇബ്ലീസിന് വെറുപ്പുണ്ടാവോ? ഇഷ്ടമായിരിക്കും. കാരണം ബിദ്അത്ത് ഹോൾസെയിൽ റീറ്റെയിൽ കയറ്റി അയക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത. സുന്നത്തിനെ വിമർശിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ഇഷ്ടണ്ടാവോ? ശൂറ കൂടി അള്ളാഹുവിന്റെ ഹുക്കുമിൽ പങ്കുചേർത്ത് അള്ളാഹ്ക്ക് തീരുമാനിക്കാൻ അവകാശം ശൂറ മെമ്പർമാർക്ക് കൊടുത്ത് ശിർക്കും തൗഹീദും തീരുമാനിക്കാൻ ഉണ്ടാവോ? യഥാർത്ഥത്തിൽ ഹിസ്ബിയത്ത് എന്താണ്? കക്ഷിത്വം എന്താണ്? ഹിസ്ബിയത്ത്, കക്ഷിത്വം എന്ന് പറയുന്നത് എന്താണ്? ആ കക്ഷിത്വത്തിനെതിരാണ് മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സാൽവേഷനുകളിൽ ഏറ്റവും മുഴങ്ങി നിന്നൊന്നെന്താണ്? സ്വന്തം വിഭാഗം തെറ്റ് ചെയ്യുമ്പോ അതിനെ ന്യായീകരിക്കലാണ് ഹിസ്ബിയത്ത്. തന്റെ കൂട്ടാളികളോ, തന്റെ വീടോ, തന്റെ കുടുംബമോ, തന്റെ ഗോത്രമോ ഒരു തെറ്റ് ചെയ്യുമ്പോ
അതിനെ ന്യായീകരിക്കുക. നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി അതിനെ എതിർത്തു. ഇന്ന് ആ ഹിസ്ബിയത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗം റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നു. എന്നിട്ട് അവര് തീരുമാനിക്കും അതൊരു പക്ഷേ ഖുർആനെതിരായിരിക്കും, അവര് തീരുമാനിക്കും അത് ഹദീസിനെതിരായിരിക്കും, അവര് തീരുമാനിക്കും അത് മൻഹജുസ് സലഫിനെതിരായിരിക്കും, അവര് തീരുമാനിക്കും അത് ഉമർ മൗലവിക്കെതിരായിരിക്കും, കെപിക്കെതിരായിരിക്കും, ചെറിയ മുണ്ടത്തിനെതിരായിരിക്കും, വക്കം മൗലവിക്കെതിരായിരിക്കും. യാ ഇബാദല്ലാഹ് ശിർക്ക് എന്ന് പറഞ്ഞ പോലെ സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഹിസ്ബിയത്തുമായി ബന്ധപ്പെട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് 2003 പ്രഗൽഭനായ ഇന്ന് അദ്ദേഹം അന്ന് പറഞ്ഞതിനെതിരെ ആ പറഞ്ഞ കഥാപാത്രമായി അദ്ദേഹം ഇന്ന് മാറുകയാണ്. ആ ഭാഗമാണ് നിങ്ങൾ കേൾക്കാൻ. എന്താണ് കക്ഷിത്വം, എന്താണ് ഹിസ്ബിയത്ത്, എന്താണ് പ്രമാണം? പ്രമാണം ഹിസ്ബിയത്തിനെതിരായാൽ പ്രമാണമാണോ ഹിസ്ബിയത്താണോ? ഖുർആനും സുന്നത്തും സംഘടനക്കെതിരായാൽ സംഘടനയാണോ സ്വീകരിക്കേണ്ടത്, ഖുർആനാണോ സുന്നത്താണോ? ഇത് ഗൗരവമായി ചർച്ച ചെയ്യണം. എന്നിട്ട് വേണം അതിലോരോ വിഷയങ്ങളെയും കീറി മുറിച്ച് നമുക്ക് ചില യാഥാർത്ഥ്യങ്ങൾ സത്യാന്വേഷികളുടെ മുമ്പിൽ വെക്കാൻ. ഇമാം മാലിക് പറഞ്ഞ പോലെ ഇത് നൂഹ് നബിയുടെ കപ്പലാണ്, ഫിർഖത്തുൻ നാജിയയുടെ കപ്പൽ. ഈ കപ്പൽ മുങ്ങിപ്പോയാൽ അതിൽ രക്ഷ. ഈ കപ്പൽ മുങ്ങുകയില്ല. ഫിർഖത്തുൻ നാജിയാകുന്ന കപ്പലല്ലാത്ത കപ്പലിൽ കയറിയാൽ അത് മുങ്ങിപ്പോകും എന്ന് പറഞ്ഞ മഹാവാക്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഹിസ്ബിയത്തുമായി ബന്ധപ്പെട്ട സമീപനം ഇസ്ലാമിന്റെ എന്താണ് അത് വിശദീകരിക്കും നിങ്ങളുടെ മുമ്പിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പണ്ഡിതൻ. ഒരു കക്ഷിയാകുമ്പോ ഹിസ്ബാവൂലേ, അപ്പൊ അത് ഹിസ്ബിയത്താവൂലേ എന്നാണ്. ഓരോ കാലത്തും അങ്ങനെ ചില പുതിയ പദങ്ങൾ ആ നിലക്ക് ഇറക്കുമതി ചെയ്യപ്പെടാറുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് എന്താണ് ഹിസ്ബിയത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിസ്ബിയത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ വിലക്കിയിട്ടുള്ളത് ഇച്ഛകളെ, തന്നിഷ്ടങ്ങളെ പിൻപറ്റാൻ പാടില്ല എന്നാണ്. ഈ തന്നിഷ്ടം എന്നുള്ളത് 3 തലങ്ങളിലായി നമുക്ക് കാണാം. ഒന്നൊരു വ്യക്തിയുടെ തന്നിഷ്ടം, രണ്ടാമത്തേത് തന്റെ കുടുംബത്തിന്റെ തന്നിഷ്ടം, മൂന്നാമത്തേത് തന്റെ സംഘത്തിന്റെ, സംഘടനയുടെ, സമൂഹത്തിന്റെ തന്നിഷ്ടം. ഈ 3 തലങ്ങളിലാണെങ്കിലും ആ തന്നിഷ്ടങ്ങൾ പിൻപറ്റാൻ പാടില്ല. എങ്ങനെയുണ്ട് ഒരു വ്യക്തിയുടെ ഇഷ്ടം, ഒരു സംഘത്തിന്റെ ഇഷ്ടം, ഒരു സംഘടനയുടെ ഇഷ്ടം, അത് നടപ്പാക്കുക എന്നുള്ളതാണ് ഹിസ്ബിയത്ത്. മനസ്സിലായോ? ഒരു വ്യക്തി, ഒരാളുടെ ഇച്ഛ, ഒരാളുടെ ആഗ്രഹം, ഇന്നാള് വേണ്ട, ഓനെ മുശ്രിക്ക് മുദ്ര കുത്തിയത് പുറത്താക്കി, അത് നടപ്പാക്കാൻ ഒരു പ്രസ്ഥാനം വേണ്ട. ഉണ്ടെങ്കിൽ അത് ഹിസ്ബിയത്താണ്. ഉണ്ടെങ്കിൽ അതെന്താണ്? അത് ഹിസ്ബിയത്താണ്. ചില ആളുകളുടെ തീരുമാനം നടപ്പാക്കുക, ചില ആളുകൾ നേതാക്കന്മാരറിയാതെ അവരെടുക്കുക, എന്നിട്ട് അവരെ ഹൈജാക്ക് ചെയ്യുക, എന്നിട്ട് അത് നടപ്പാക്കുക. ഏതുപോലെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ വളരെ കൃത്യമായ തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളെ, ഒന്ന്, ചുങ്കത്തറയിൽ KNM ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ പ്രവർത്തിച്ചു തെളിഞ്ഞ നല്ല പ്രവർത്തകരെ മാറ്റി നിർത്തപ്പെട്ടു. അവർ ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവിയെ ചെന്ന് കണ്ടു. മൗലവി പറഞ്ഞു, ഈ പ്രസ്ഥാനത്തിന്റെ ജീവനാഡിയായ നിങ്ങളെ പരിഗണിക്കാതെ, നിങ്ങളെ അതിലെടുക്കാതെ അവിടെ ഇലക്ഷൻ നടക്കൂല എന്ന് പറഞ്ഞു. ഇനി കേട്ടോളൂ, അവിടെ എന്താ ഉണ്ടായത്? അവർ പോയി കേസ് കൊടുക്കേണ്ടടുത്തെ കാര്യങ്ങളെത്തി. എപ്പോ AP അബ്ദുൽ ഖാദർ മൗലവിയെ മറികടന്ന് ഒരു വ്യക്തി, മലപ്പുറം ജില്ലയുടെ ഇന്നത്തെ ജില്ലാ സാരിത്യം വഹിക്കുന്ന ഒരു ഹാജിയാര്, അയാളെ ഇഷ്ടത്തിനൊത്തി AP അബ്ദുൽ ഖാദർ മൗലവിയുടെ വാക്കിനെ മാറ്റിവെച്ച്, ഈ മഹാപ്രവർത്തകരെ മാറ്റിവെച്ച് അവിടെ ഇലക്ഷൻ നടന്നു. ഇവിടെ ഒരു വ്യക്തിയുടെ തന്നിഷ്ടമാണ് നടക്കുന്നത്, കൂടിയാലോചനയുടേതല്ല, ഒരു വ്യക്തിയുടെ. ഇത് നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം. ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. തുടർന്ന് അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഗൗരവമായി മുജാഹിദുകളോടാണ്. ഇതിൽ ഞാൻ ഗൗരവമായി, നമ്മൾ അല്ലാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കുന്നവരാണ്. ആർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുവോ അതാണ് നമ്മുടെ ലക്ഷ്യം. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, നരകമല്ല, വ്യക്തികളല്ല എന്ന് ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായി അടുത്ത ഭാഗം നിങ്ങൾ കേട്ടോളൂ. രണ്ടാമത് റസൂലുള്ള ആ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന അവർ പിൻപറ്റിയിരുന്ന തത്വശാസ്ത്രം, അനമിൻ ഗുസയ്യത ഇൻ ഗവത് ഗവൈതു വ ഇൻ തർഷുദ് ഗുസയ്യതു അർഷുദു.
ഞാൻ ഉസയ്യ ഗോത്രക്കാരനാണ്. എന്റെ ഗോത്രം നേർവഴിയിലാണെങ്കിൽ ഞാനും, എന്റെ ഗോത്രം ദുർമാർഗത്തിലാണെങ്കിലോ ഞാനും ദുർമാർഗത്തിൽ. അപ്പൊ ഗോത്രം നേർവഴിയിലാണെങ്കിൽ ഞാനും നേർവഴിയില്, ഗോത്രം ദുർമാർഗത്തിലാണെങ്കിൽ ഞാനും ദുർമാർഗത്തില്. എന്റെ കാര്യം തീരുമാനിക്കുന്നത് ആരാ? എന്റെ കുടുംബമാ, എന്റെ ഗോത്രമാ. എന്റെ ഗോത്രത്തിന്റെ തീരുമാനമാണ് ഞാൻ അംഗീകരിക്കുക. അത് സന്മാർഗവും ദുർമാർഗവും നോക്കിയിട്ടല്ല. എന്റെ ഗോത്രം നേർമാർഗത്തിലായാൽ ആ ഗോത്ര തീരുമാനത്തോടൊപ്പം ഞാനും നേർമാർഗത്തില്. ഇതാണ് ജാഹിലിയ പക്ഷപാതിത്വം. ജാഹിലിയത്തിലുണ്ടായിരുന്ന അസബിയത്ത്, അൽ അസബിയത്തുൽ ഖബലിയ എന്ന് പറയുന്ന തന്റെ കുടുംബത്തിന്റെ താല്പര്യങ്ങൾ, ഗോത്രത്തിന്റെ താല്പര്യങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യങ്ങൾക്ക് എതിരായി വരുമ്പോൾ ആ കുടുംബത്തിന്റെ ഗോത്രത്തിന്റെ തന്നിഷ്ടങ്ങൾ ദീനിന്റെ താല്പര്യത്തിന് വഴിമാറിക്കൊടുക്കണം. വഴിമാറിക്കൊടുക്കാതെ ദീനീ താല്പര്യത്തിന് വിരുദ്ധമായി കുടുംബത്തിന്റെ ഗോത്രത്തിന്റെ തന്നിഷ്ടങ്ങൾ പിൻപറ്റുന്നത് ഹവയെ പിൻപറ്റലാണ്, അഥവാ കുടുംബത്തിന്റെ ഹവയെ പിൻപറ്റലാണ്. അത് പാടില്ലാത്ത കാര്യമാണ്. ആ അസബിയത്താണ് റസൂലുള്ള തന്റെ കാൽപാദത്തിന് ചുവട്ടിൽ ചവിട്ടി താഴ്ത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, സംഘടന തിന്മയാണോ എന്ന പ്രസംഗത്തിലെ പ്രസക്ത ഭാഗാത് സ്വന്തം അനുജന് മറുപടി കൊടുത്തേ, സ്വന്തം അനുജന് വിശദീകരിച്ചു മതം പഠിപ്പിച്ചു കൊടുത്തേ. ഒരു വ്യക്തിയുടെ അവർ തിന്മയെടുക്കുന്നത് എന്നാ നടപ്പായിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. കേരള നദുവത്തുൽ മുജാഹിദീൻ ഖുർആനിനും സുന്നത്തിനും എതിര് തീരുമാനം എടുത്താലും അതനുസരിക്കുന്നവനാണ് KNM കാരൻ എന്നൊരാൾ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റൂലേ? മുജാഹിദുകളെ, നമ്മൾ എന്താ ഇതുവരെ പറഞ്ഞത്? നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിച്ച്. ഇവിടെ വരുന്നത് എന്താണ്? ഒരു കുറഞ്ഞ ആളുകൾ, വളരെ കുറഞ്ഞ ആളുകൾ ഇതിന്റെ ഇന്നോളമുള്ള നടപടിക്രമങ്ങളെ മാറ്റി അവർക്ക് വെറുപ്പും അവരുടെ ഇഷ്ടവും അവരുടെ താല്പര്യവും ഒക്കെ ഇതാക്കാൻ അതിൽ വളരെ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഒരു വ്യക്തിയുടെയോ ഗോത്രത്തിന്റെയോ താല്പര്യം ദീനിനെതിരായാൽ ആ ഗോത്ര താല്പര്യത്തെ, ടീമിന്റെ താല്പര്യത്തെ, വിഭാഗത്തിന്റെ താല്പര്യത്തെ മാറ്റിവെക്കണം. അവിടെ ഇസ്ലാമായിരിക്കണം പ്രോജ്വലമാകേണ്ടത്. ഒരു ഉദാഹരണം പറയാം. എന്നെ അറിയാവുന്ന ഒരുപാട് ആൾ ഈ സദസ്സിലുണ്ടാവും. സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനായിരുന്നു ഞാൻ, നിങ്ങൾക്കറിയാം. പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ ഒരുപാട് വിശദീകരിക്കാണ്ട് സമയമല്ല. ഒരൊറ്റ കാര്യം, എന്നെ മെയ് 13 ഒരു പ്രസംഗം കാരണത്താൽ എന്നെ സംഘടന മെയ് 26 പുറത്താക്കിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് കത്ത് കിട്ടി. സഹോദരങ്ങളെ, ഇവിടെ ആദ്യമായി നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു ഭരണഘടനയിൽ ഒരു പ്രബോധകനെയോ ഒരു പ്രവർത്തകനെയോ അതിന്റെ കീഴിലുള്ളവരെ പുറത്താക്കാൻ ഒരുപാട് നിയമങ്ങളുണ്ട്, ഒരുപാട് നിയമാവലികളുണ്ട്. ഒരു യൂണിറ്റിന് അവകാശമില്ല, ഒരു മണ്ഡലത്തിന് അവകാശമില്ല, ഒരു ജില്ലക്ക് അവകാശമില്ല, സ്റ്റേറ്റിന് പോലും അവകാശമില്ല, ഉന്നതമായ ആ ഭരണസമിതിക്കല്ലാതെ. സഹോദരങ്ങളെ, ഇതൊന്നും പാലിക്കപ്പെട്ടില്ല. ഇവിടെ എന്താ പ്രശ്നം? KNM-നെതിരല്ല ഈ ശബ്ദം. KNM-ന്റെ നടപടികൾക്കെതിരായി ഒരു ടീം KNM-നെ പിടിച്ചു വെച്ചിരിക്കുന്നു. അവരുടെ തീരുമാനങ്ങൾ നടപ്പാക്കപ്പെടുന്നു. ആ ടീമിന്റെ ഇപ്പൊ ഗോത്രമല്ല, പക്ഷെ ആ ടീമിന്റെ ആഗ്രഹം നടക്കണേ. ഞാൻ ചോദിക്കട്ടെ, ഏതൊരു സംഘടനയിൽ ഒരു ജോലി സ്ഥലത്ത് നിന്ന് ഒരാളെ പിരിച്ചുവിടുമ്പോ അതെന്തിനാന്ന് അയാളോട് ചോദിക്കണ്ടേ? അയാളോട് പറയണ്ടേ? അയാളത് അറിയണ്ടേ? നിങ്ങളെ നാളെ പിരിച്ചുവിടാൻ പോകുന്നു ഇന്ന കാരണത്താൽ, വേണ്ടേ? നിങ്ങൾ പറയൂ, സാമാന്യ മര്യാദ അതല്ലേ? അല്ലേ? എന്നാൽ 2009 ഞങ്ങൾ 2 പേരെ പുറത്താക്കി, എന്നെ ഇൻസുലായി. ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളോട് ചോദിച്ചില്ല, ഞങ്ങളോട് പറഞ്ഞില്ല, ഞങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് ചൂണ്ടിക്കാണിച്ചില്ല. തേജസ് പത്രത്തിൽ വാർത്ത വന്നു. മാത്രമല്ല കൊല്ലത്തുള്ള ഒരു പ്രൊഫസർ, ആ പ്രൊഫസറിൽ നിന്നുള്ള ശബ്ദരേഖ മനസ്സിലാക്കണം നിങ്ങൾ. അപ്പൊ ഒരു കോക്കസ് വളരെ മുമ്പേ കളിക്കുന്നു. അതിലൊരാളാണ് ഈ പ്രൊഫസർ. യൂണിറ്റിലായക്ക് സ്ഥാനമില്ല, മണ്ഡലത്തിലേക്ക് സ്ഥാനമില്ല, ജില്ലയിലായക്ക് സ്ഥാനമില്ല. എന്നിട്ട് സ്റ്റേറ്റിലെ ഉന്നതമായ സ്ഥാപനത്തിന്റെ പോസ്റ്റിൽ നിയമിച്ചു. എല്ലാ സർക്കുലറുടെയും എല്ലാ കൊള്ളരുതായ്മകളുടെയും ചുക്കാൻ പിടിക്കുന്ന ഒരാള്. ആലോചിക്കണം, ആ ആളുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടക്കുന്നത്. ആലോചിക്കുക. വേറൊരു ഡോക്ടർ, അയാളുടെ യൂണിറ്റിലും മണ്ഡലത്തിലും ഒന്നും അയാൾക്ക് സ്ഥാനമില്ല. അയാൾ സ്റ്റേറ്റ് കമ്മിറ്റി ഇടക്കാലത്ത് കയറി വന്നവർ. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാനാണോ അവർ വന്നത് എന്ന് തോന്നിപ്പോകുമാറുള്ള പ്രവർത്തനങ്ങൾ
സംശയദൃഷ്ടിയോടുകൂടി കാണേണ്ടത്, കൃത്യമായ തെളിവോടെ പിടിച്ചത്, ഇതെല്ലാം ഉണ്ടായി. ആരും ചോദിച്ചില്ല. നേരെ മറിച്ച് ഈ സംഘടനയെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, ഇതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഞങ്ങളാൽ കഴിയുന്ന സേവനങ്ങൾ ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. ഒറ്റ ദിവസം പോലും ഒരുപക്ഷെ ഒഴിയാതെ. അപ്പൊ സ്വാഭാവികമായ അബദ്ധങ്ങൾ ഉണ്ടായാൽ എന്ത് വേണം? വിളിച്ചു വരുത്തണം, പറയണം. അതുണ്ടായിട്ടേ അല്ല. പുറത്താക്കുന്ന ആക്കി 4 തവണ ഉണ്ടായി. ആ 4 തവണ അതായതിനു ശേഷം പറയാ, സിട്ടിച്ചതിന് ശേഷം. അജ്മൽ കസബിനെ തൂക്കിക്കൊന്നിട്ടുണ്ടോ? എനിക്ക് എന്താ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കല്. അജ്മൽ കസബിനെ തൂക്കിക്കൊല്ലുമ്പോൾ പോലും അമുസ്ലിങ്ങളാൽ നയിക്കപ്പെടുന്ന ഭരണകൂടത്തിൽ അവര് ചോദിച്ചു, ചങ്ങായി മോനെ അന്നെ കൊല്ലാൻ പോകും, എനിക്ക് എന്തെങ്കിലും ആഗ്രഹം? അങ്ങനെങ്കിലും ഒരു അവകാശം. നിന്നെ പുറത്താക്കാൻ പോകാൻ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? കണ്ണൂരിലെ ചില പ്രവർത്തകരിൽ നിന്ന് കിട്ടിയ പരാതി എന്റെ പേരിൽ തന്ന എല്ലാ കത്തിലുള്ള എന്തറിയോ? ഇന്ന നാട്ടിലെ ചില പ്രവർത്തകർ, ഇനി അതിന്റെ സ്ഥിതി അറിയോ നിങ്ങൾക്ക്? ഞങ്ങൾക്കെതിരെ കത്തുണ്ടാക്കിക്ക, സ്റ്റേറ്റിൽ നിന്ന് ഒരു നേതാവ് വിളിച്ചു പറഞ്ഞിട്ട് ഇന്ന ആളുകളെ പറ്റി മോശമാക്കിയിട്ടുള്ള കത്തുകള് നിങ്ങൾ ഇവിടേക്ക് അയക്കണം, ഫോൺ വിളിക്കണം, ടിപിക്ക് ഏൽപ്പിക്കുന്ന ഒരു സ്വസ്ഥത കൊടുക്കരുത്. ഇന്നാൾ ഇവിടെ വന്ന് ഇന്ന് പ്രസംഗിച്ചു, ഇന്നാൾ ഇവിടെ വന്ന് ഇത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ആകെ ഇവിടെ പ്രശ്നമാണ്, തല്ലുണ്ടായി എന്നൊക്കെ നിങ്ങൾ പറയണം. അങ്ങനെ കിട്ടിയ കത്തുകൾ, അതില് ഞാനൊരു വ്യക്തിയോട് ഫോണിൽ സംസാരിച്ചത്, എനിക്കെതിരെ 2 കത്താ വന്ന്. എന്നിട്ട് എന്നോട് പറയാണ്, സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ട് എഴുതിയല്ലേ. അപ്പൊ മനസ്സിലായി അച്ഛൻ പത്തായത്തിലും കൂടിയില്ല. ഞാൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആലോചിക്കണം. ഞാൻ അവരോട് ചോദിച്ചു, ഇസ്ലാമിന്റെ രീതി ഇതാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ കേട്ടോളി, എവിടെയാ ഞങ്ങൾ വിയോജിക്കുന്നത്? പിന്നെ സമസ്തക്കാരെ പോലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ അല്ല. ഞങ്ങള് പരലോകത്തിൽ ഉറച്ചു വിശ്വസിച്ച് ജീവിക്കുന്നില്ല, പാർട്ടിക്ക് വേണ്ടി ജീവിച്ചതല്ല. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിൽ അത് ശിർക്ക്, അത് തൗഹീദ് അല്ല. കഴിഞ്ഞ ആഴ്ച തൗഹീദായിരുന്നില്ലേ? ചോദിക്കണ്ട, ഇവിടെ പറയും, കേട്ടാതി. അങ്ങനെ ആണും പെണ്ണും കെട്ടോലുള്ള ഒരു സമൂഹത്തിന് എന്ത് പിളർപ്പുണ്ടാകാനാ, എന്ത് ഭിന്നിപ്പുണ്ടാകാനാ? പരലോകത്തിന് വേണ്ടി ദീനീ കാര്യം ചർച്ച ചെയ്യാത്ത ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ ഉണ്ടാവോ? ഏത് തെറ്റിനെയും ന്യായീകരിക്കുകയും മൂടെയും ഞമ്മക്കും വേണം സിന്ദാബ എന്നിവർ ദീപസ്തംഭം മഹാചര്യം, നമുക്ക് കിട്ടണം പണം എന്ന് പറയുന്നവർക്ക് നേരെ മറിച്ച് പ്രസ്ഥാനം ചെറിയൊരു വ്യതിയാനം കണ്ടാൽ ഈ പ്രസ്ഥാനം എതിർക്കും. കാരണം ആ വ്യതിയാനമായിട്ട് പരലോകത്തേക്ക് ചെല്ലാൻ അവിടെ നരകമാണ്, അതുണ്ടാവരുത്. മനസ്സിലായോ? അതാ ഈ പ്രസ്ഥാനം. മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, പിശാചിന് ഏറ്റവും വെറുപ്പ് ഈ പ്രസ്ഥാനത്തോടാ. അതുകൊണ്ട് തന്നെ പിഴച്ച കക്ഷികളെ ദർഗയില് സുജൂദ് ചെയ്യുന്നവനെ ഇബ്ലീസ് ചിരിക്കല്ലുള്ളൂ. ബിദ്അത്ത് ചെയ്യുന്ന മൊയ്ലിയാരെ കാണുമ്പോൾ പിശാചി ചിരിക്കുക. ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ട് പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്ത് ചെയ്യുന്നവരെയാണ്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, പിശാചിന് ഏറ്റവും വെറുപ്പ് മുജാഹിദുകളെയാണ്. അപ്പൊ പിന്നെ പിശാചിന്റെ പണി ഏറ്റവും കൂടുതൽ ഉണ്ടാവും എവിടെയാ? ഇവിടെ തന്നെ. ഇതില് തന്നെ ഈ പ്രശ്നങ്ങൾ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഒരു പൊളിറ്റിക്സ് ഇങ്ങനെ ഉണ്ടാവും എല്ലാ പ്രസ്ഥാനത്തിലും. ആ പൊളിറ്റിക്സിന്റെ കൂടെ ആദർശത്തെ നശിപ്പിക്കുന്ന ജൂതലോബികളുടെയോ ഇതര ആളുകളുടെയോ ഇടപെടലും ഉണ്ടാവും. അതുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ ചോദിച്ചു, സർ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ചരിത്രം കേട്ട് പഠിച്ചോളി. അദ്ദേഹത്തിന്റെ പേരിൽ 4 കംപ്ലൈന്റ് ഉണ്ടായി. 4 കംപ്ലൈന്റ്. ആ കംപ്ലൈന്റ് ഉണ്ടായപ്പോ കേട്ടു ഉമർ ബിൻ ഖത്താബ്. കേട്ടപ്പോ തന്നെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്തറിയോ? അതാ മനേജു സലഫ് ജീവിതത്തിൽ എല്ലായിടത്തിലും. ഉമർ ബിൻ ഖത്താബ് നെഞ്ചത്ത് കൈവച്ച് റബ്ബിനോട്, റബ്ബേ, ഞാൻ എന്റെ സുഹൃത്തിനെ കുറിച്ച് കേട്ടത് ശരിയാകാതിരിക്കട്ടെ. നമ്മളോ നമ്മളെ കൗമോ പടച്ചോനെ കിട്ടിപ്പോയി പോയിന്റ് റബ്ബേ, ഓനെ മൂലക്കാക്കാൻ. അൽഹംദുലില്ലാഹ്. ഇപ്പൊ എങ്ങനെ കേൾക്കണോ? ഞാനൊരു ഖുർആനിക വചനത്തെ പറ്റി പരാമർശിച്ചപ്പോ വലൗ അന്നഹും ഇദ്ലമു, അതെന്തിനായിരുന്നു പറഞ്ഞ പിന്നീട് പറയും. അതില് അങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ ഇല്ല എന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഒരു ആയത്ത് സൂറത്ത് നിസായിൽ 64 ഇല്ല എന്ന് പറയേണ്ടതിന് പകരം ഖുർആനിൽ ഇല്ല എന്ന് പറഞ്ഞ ധാരണ പെശകാണ്. അത് ഞാൻ തിരുത്തി. എവിടെ? പല സ്ഥലത്തും ഇരുവേട്ടിൽ. എന്നിട്ട് അവിടെ പിറ്റേന്ന് മൊയ്ലിയന്മാരുമായി ഒരു ക്ലിപ്പിംഗ് ഇട ഒരു മൊയ്ലിയാര്. നിങ്ങൾ ആലോചിക്കണം, എന്റെ അടിപ്പാവാട ക്ലിപ്പിംഗ് ലോകത്ത് ഫേമസ് ആണല്ലോ. ആ ക്ലിപ്പിംഗ് ഇട്ട് മൊയ്ലിയന്മാരെ, അതെന്താ അതിന്റെ താഴെ തന്നെ ഉണ്ട്, ഇനി നാളെ അത് ക്ലിപ്പിംഗ് ഇട്ട് കിടക്കണ്ട. എന്നിട്ട് അത് കേൾപ്പിച്ചിട്ടും അടുത്ത സ്ഥലത്ത് മൊയ്ലിയന്മാരിടും. മൊയ്ലിയന്മാരുടെ നിലവാരത്തിലേക്ക് നമ്മൾ താകരുത്. ഒരാളുടെ ന്യൂനത അയാൾ പറഞ്ഞു തിരുത്തി, എന്നിട്ട് അതിട്ടിട്ട് ആളുകളെ വഞ്ചിക്കുക. ഓൻ പരലോക ബോധമുള്ളവനാ? ഓന് മരണാനന്തര ജീവിതത്തിൽ ബോധമുണ്ടോ? അതെനിക്ക് ഓതാനുള്ളത് സൂറത്ത് ബഖറ 251. എത്ര കഷ്ടകരമാണെന്നറിയുമോ നിങ്ങൾക്ക്? എവിടെ എത്തിയെന്നറിയോ? ശിർക്കിന്റെ കൂട്ടാളികളോട്
കൂട്ടുചേരുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുക. എങ്ങനെ? സമസ്തയിലെ AP സുന്നികളാണല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ വിരോധികളിൽ നമ്പർ 1. അവരെയായിട്ട് സ്വകാര്യ കരാറുണ്ടാക്കുക, അവർക്ക് സർക്കുലർ എത്തിച്ചു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവരെടുത്ത് ചെന്നിട്ട് എന്നെ പോലെയുള്ള ആളുകൾക്ക്, പ്രബോധകർക്കെതിരായ ക്ലിപ്പിംഗ് വാങ്ങുക. എവിടെ എത്തി? കേട്ടോളൂ നിങ്ങൾ. അങ്ങനെ ഒരു ഞെട്ടിപ്പോവും, ഹൃദയം പൊട്ടിപ്പോവും. ആദർശം വിട്ടാൽ ഉണ്ടാവുക പിന്നെ വ്യക്തിവിരോധം ഉണ്ടാകുക. മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശീഅൻ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഖുർആനിലെ 30-ാം അധ്യായം 32-ാമത്തെ വചനം കേട്ടോളൂ. ആ രംഗം എത്ര ഗ്രൂപ്പായി ജിന്നുകൾ വന്നപ്പോ ഇന്നലെ വഹാബ് സക്കാഫി വിളിച്ചെന്നോട് പറഞ്ഞു, ഇന്നലെ മിനിയാന്ന് വഹാബ് സക്കാഫി വീട്ടില് സുബീ നിസ്കരിച്ച് ഇറങ്ങുമ്പോ തന്നെ 2 മൗലവിമാർ വീടിന് മുന്നിലെത്ര. ആ 2 ഒരു പിന്നെ ശുക്കൂർ സലായും മജീദ് സലായും വീടിന് മുന്നിൽ. അപ്പൊ സക്കാഫി ചോദിച്ചത് എന്താ വന്ന്? പിന്നെ ആ മുജാഹിദ് ബാരിഷേന്റെ കുറെ പൊട്ടത്തരങ്ങൾ ഞങ്ങൾക്ക് വേണം ക്ലിപ്പിടാനാണ്. അപ്പൊ മുജാഹിദ് ബാരിശ്ശേരി അപ്പുറത്തേക്ക് പോയല്ലോ. അപ്പൊ നമ്മൾ പണ്ട് കുറെ കേൾപ്പിച്ചല്ലോ, അതൊക്കെ ഓൽക്ക് വേണത്രേ. ഞാൻ പറഞ്ഞു പരമാവധി നമുക്ക് കൊടുക്കാം, തല്ലിനുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കാം. നിങ്ങൾക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് പറഞ്ഞ ആനന്ദിക്കൊന്നും വേണ്ട. കാരണം എന്താണെന്നറിയോ? ഈ ശൗര്യവും ഈ പിന്നെ ചേരക്കൊക്കെ വിഷണ്ടായത് എന്തുകൊണ്ടാ അറിയോ? നിങ്ങള് മൂവാറ്റുപുഴ വാദപ്രതിവാദം നടന്നതിന് ശേഷം അതുവരെ കേരളത്തിൽ ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല സമസ്തക്ക്. മണ്ണാർക്കാട് വാദപ്രതിവാദം നടന്നപ്പോ പിന്നെ സുലൈമാൻ സക്കാഫിനെ തിരിട്ട് തെരഞ്ഞിട്ട് കാണാനില്ല. ഇല്ല. ഉസങ്കടിയിലെ വാദപ്രതിവാദം, ഇടമുട്ടത്ത് ഇടക്ക് മുട്ടിപ്പോയ വാദപ്രതിവാദം, തലശ്ശേരിയിലും കൊണ്ടോട്ടിയിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കോട്ടക്കല്ലും ഒക്കെ നടന്ന വാദപ്രതിവാദങ്ങൾ, മൂവാറ്റുപുഴ വാദപ്രതിവാദം നയിച്ചവർ വരെ നടത്തിയ വാദപ്രതിവാദങ്ങൾ വിജയമായിരുന്നു, മൂവാറ്റുപുഴ ഒഴികെ. കാരണം ഹിസ്ബിയത്തിന് ഒരു വിധേയരായി. എവിടെ എത്തി? 2 സ്വലാഹിമാർ എന്റെ ക്ലിപ്പിംഗ് വാങ്ങാൻ സമസ്ത കൂടാരത്തിലെത്തി എന്ന് പറയുമ്പോ അപ്പൊ നമുക്ക് വേണേ പറയാ, മുസ്ലിയാക്കന്മാര് നമ്മളെ തല്ലിക്ക് എന്ത് ചെയ്യൂലേ? അപ്പോഴാണ് എനിക്ക് കിട്ടിയ വിവരെന്ത്? ഞങ്ങൾ വീട്ടിലൊന്നും പോയിട്ടില്ല. അബ്ദുൽ വഹാബ് സക്കാഫി റോഡിൽ നിൽക്കുമ്പോ ബൈക്ക് നിർത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ ബാക്കി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തീർന്നില്ല. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ കേൾക്കണെന്തറിയോ? അവിടുന്ന് ഞങ്ങളുമായി ബന്ധപ്പെട്ട ക്ലിപ്പിംഗിന്റെ 2 CD കൃത്യമായി ഉത്തരവാദിത്തപ്പെട്ടെടുത്ത് എത്തിച്ചു കൊടുത്തപ്പോ അതും ശരിയാവില്ല വിചാരിച്ച്. പിന്നെന്താ ഉണ്ടായത്? നൗഷാദ് സക്കാഫി എനിക്കെതിരിട്ട ക്ലിപ്പിംഗ് അതുപോലെ തന്നെ മൊയ്ലിയാരിട്ട്. നമ്മൾ അനസ് എന്റെ സുഹൃത്ത് ആലോചിക്കണം, എവിടെ എത്തി? എത്രത്തോളം തരംതാകാം? ഒരു സെൽഫിക്ക് നോക്കണം. അല്ലാഹു അല്ലാത്തവരോട് ആരാധിക്കുന്ന കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും അമ്പിയാക്കളും ഔലിയാക്കളും ജിന്നുകളെയും മലക്കുകളെയും മീകായിലിനെ വരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശിർക്ക് ചെയ്യുന്ന ഒരു സമൂഹവുമായി നിങ്ങളാണോ മുവക്കിലുകൾ? നിങ്ങളാണോ ഉമർ മൗലവിയുടെ കൂട്ടാളികൾ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു. ഉമർ മൗലവിയുടെ തൗഹീദോ ആ മഹാൻ കബർന്നെണീച്ചെന്ന് നെഞ്ഞത്ത് ചവിട്ടു. അതുകൊണ്ട് ആ മഹാനെ പറ്റി നിങ്ങൾ പറയരുത്. അത് പറയാനുള്ള അവകാശം ഞങ്ങൾക്ക്. ഏതൊക്കെ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ അവകാശമല്ല എന്നല്ലോ, KJUവിന് അവകാശമല്ല എന്നല്ലോ. അതിനെ ഹൈജാക്ക് ചെയ്ത് പിടിച്ചു വെച്ച് തെറ്റിദ്ധരിപ്പിക്കും. അങ്ങനെ ലോകത്ത് നിങ്ങളൊക്കെ ഇറാഖിൽ ബോംബിട്ടുകാരന്, രാസായുധണ്ടുകാരന് മുങ്ങിത്തപ്പിയോ? ഇറാഖിന്റെ, അഫ്ഗാനിസ്ഥാനിന്റെ, ചെച്ചനിയയുടെ, കോസറോവയുടെ, ലബനാനിന്റെ, ഗോസയുടെ മണ്ണിൽ ഈ ടീമുകൾ നടത്തിയ നരനായാട്ട് എന്തിനു വേണ്ടിയായിരുന്നു? അവർക്ക് ലക്ഷ്യം വേറെയായിരുന്നു. പെട്രോൾ. ആകാശത്തുള്ള ഭൂമിയിൽ അള്ളാഹു നിക്ഷേപിച്ച ഈ അതിനോടുള്ള മോഹം, അടങ്ങാത്ത അഭിനിവേശം, മുസ്ലിങ്ങളുടെ തീവ്രവാദ. ബാബരി മസ്ജിദ് ഇഷ്യൂ എന്തിന്റെ പേരിലാണ് ഉണ്ടായത്? ബാബരി മസ്ജിദ് ഇഷ്യൂ രാഷ്ട്രീയത്തിന്റെ പേരില, രാമഭക്തിയുടെ പേരിലല്ല. അയോധ്യ എന്ന ആ പദത്തിന്റെ അർത്ഥം യുദ്ധമില്ലാത്ത ഭൂമി എന്നാണ്. അത് പറ്റിച്ചിട്ടായിരുന്നു. എവിടെ? രാമജന്മഭൂമിയും രാമന്റെ സിംഹാസനവും കൊട്ടാരവും അതുപോലെ ആരാധനാലയം എവിടെ? ശവപ്പെട്ടി കുംഭകോണം വിവാദമായപ്പോഴാണ് രഥയാത്ര ഉണ്ടായത്, അല്ലേ? ചേകന്നൂർ മൗലയുടെ തിരോധാനത്തിന് ശേഷമാണ് കാന്തപുരത്തിന്റെ കേരള യാത്ര ഉണ്ടായത്. അതെ. പിന്നെയോ മുടിയുടയോൻ ലോകത്ത് നടത്തിയ മുടി വ്യവസായം തോറ്റുപോകുമെന്ന് തോന്നിയപ്പോഴാണ് മാനവിക നടത്താനുള്ള യാത്ര ഉണ്ടായത്. കേരളക്കരയിൽ ഒരു കാര്യം നിങ്ങൾ അറിയണം, ശിർക്കാരോപണം ഉണ്ടായത് എന്തുകൊണ്ടറിയോ? ശിർക്ക് ഉണ്ടായിട്ടല്ല.
അധികാര കസേര മോഹിക്കുക മാത്രമല്ല അവിടെ സ്ഥിരമായിട്ട് കിട്ടാൻ. ഇനി ഒന്ന് കേട്ടോളി, ജാമിയ നദ്വിയയുടെ ചെയർമാൻ ആകണമെങ്കിൽ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറി ആകണം. അങ്ങനെ ഒരു ക്രോസ് ഭരണഘടനയിൽ. അപ്പൊ മനസ്സിലായോ? ജാമിയ നദ്വിയയുടെ ഉത്തരവാദിത്തപ്പെട്ട ജനറൽ സെക്രട്ടറി പോസ്റ്റിനോടുള്ള മോഹം എന്തുണ്ടെന്ന് മനസ്സിലായോ? കേരള നദ്വത്തുൽ മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറിക്ക് ജാമിയ നദ്വിയയുടെ ചെയർമാനാകാൻ യോഗ്യതയുള്ളൂ. പഠിച്ചോളി. രാഷ്ട്രീയമല്ല മതം. അല്ല അല്ല എന്ന് ഞങ്ങൾ പറയുന്നു. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന ഉത്തമമായ വിശ്വാസം, അവിടെ കുറ്റവാളികളെ മാറി നിൽക്കീൻ എന്ന് പറയുന്ന ഒരു ലോകം അത് വരാനുണ്ടെന്ന ചിന്ത. അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ആവരുത് മോനെ, ഇത്രത്തോളം എന്റെ പ്രിയങ്കരാണ് അവർ രണ്ടുപേരും. നിങ്ങൾ ആവരുത്. ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പശ്ചാത്തപിക്കണം. ഒറ്റ വഴിയാണ് നിങ്ങൾക്കുള്ളൂ, ഒറ്റ വഴി. തെറ്റ് പറ്റിപ്പോയി ഈ കടലിൽ വലിയൊരു സ്റ്റേജ് കെട്ടി കൈകോർത്ത് പിടിച്ച് കേരള ജനതയോട് ഉടക്കം പ്രഖ്യാപിക്കുക, ഞങ്ങൾ സലഫി പ്രസ്ഥാനത്തിൽ നിന്ന് റൂട്ട് വിട്ട് ഇതിനെ നശിപ്പിക്കാൻ ഞങ്ങൾ കുറച്ചു കാലം തീരുമാനിച്ചു പോയി, മാപ്പാക്കണം. ആ ഒരൊറ്റ 2 മിനിറ്റ് മതി, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. ആ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗം ഏത്? ഹൈസ്ബിയത്തുമായി ബന്ധപ്പെട്ട്, കക്ഷിത്വവുമായി ബന്ധപ്പെട്ട്, പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് നാം എവിടെ നിൽക്കണം എന്നതിനെ കുറിച്ച് പഠിച്ചേ പറ്റൂ. വ്യക്തികളുടെ പിന്നാലെയല്ല. നിങ്ങളാരും ഞങ്ങളെ കണ്ടിട്ട് ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളെ കണ്ടിട്ട് വരണ്ട. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ എന്നോട് ഒരു മടവൂരി ചോദിക്കുകയാണ്, നീ സ്വന്തം പ്രസ്ഥാനം ഉണ്ടാക്കാൻ പോവുക? ഊതി മനസ്സിൽ വെച്ചാൽ മതി. യഥാർത്ഥ മഹാന്മാര് കെട്ടിപ്പടുത്ത കേന്ദ്രമിനെ നിങ്ങളൊക്കെ തുണ്ടപിണ്ടമാക്കി. നിങ്ങൾ പല ടീമുകളും അനുവദിക്കില്ലേ ഞങ്ങൾ ഒക്കെ മൗലവിയുടെ, ഇ.കെ. മൗലവിയുടെ, സെയ്ദ് മൗലവി, രണ്ടത്താണിയൊക്കെ കെട്ടിപ്പടുത്ത ആ ആദർശ പ്രസ്ഥാനം ഞങ്ങളോടൊപ്പമാണ് എന്ന് ഞങ്ങൾ ഇവിടെ തെളിയിക്കും. അതിൽ നിന്ന് വിട്ടുപോകരുത് എന്നാണ് ഞങ്ങൾ നിങ്ങളോടൊക്കെ പറഞ്ഞു. നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ബാക്കി ഭാഗം കേൾപ്പിച്ചു. ഇപ്പൊ ഇവിടെ നമ്മുടെ സംഘടനാ തലത്തിൽ ഈയിടെണ്ടായ പ്രശ്നം ഉദാഹരണത്തിന് വേണ്ടി ചിന്തിച്ചാൽ, നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഈ സമുന്നതരായ ചില പണ്ഡിതന്മാർ അവര് ഇതുവരെയും പ്രവർത്തിച്ചു പോകുന്നത് എങ്ങനെ? ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പൊ നമ്മൾ അബ്ദുസലാം സുല്ലമി പോലുള്ള ചില ആളുകളുണ്ടല്ലോ, അവർക്ക് യഥാർത്ഥത്തിൽ CP ഉമർ സുല്ലമിക്ക് തറാവീഹ് 11 റക്അത്താണ് സുന്നത്ത്, 11-ലധികം നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വാദപ്രതിവാദം നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ ഇപ്പോ അദ്ദേഹം ഈ സംഘടനയിൽ നിന്ന് വേറിട്ടു പോയ ഒരു വ്യക്തിയുടെ കൂടെ അദ്ദേഹത്തിന്റെ കക്ഷിയിൽ ചേർന്നു. ആ കക്ഷിക്ക് നേതൃത്വം കൊടുക്കുന്നവരിൽ അദ്ദേഹവും ഉൾപ്പെട്ടു. അവരുടെ കക്ഷിയുടെ തീരുമാനം അവർ പ്രബന്ധത്തിൽ എഴുതി. എന്നിട്ട് 11-ലധികം നമസ്കരിക്കുന്നതിനെ അവർ ന്യായീകരിച്ചു. ആ ന്യായീകരിച്ചത് ഇതുവരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചതിന് എതിരാണ് അവരുടെ കക്ഷിയുടെ താല്പര്യം. ആ കക്ഷിയുടെ താല്പര്യം അവര് ദീനിന്റെ താല്പര്യത്തിനു വേണ്ടി ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. നേരെ മറിച്ച് ദീനിന്റെ താല്പര്യത്തെക്കാൾ തങ്ങളുടെ കക്ഷിയുടെ താല്പര്യത്തിന് അവർ മുൻഗണന കൊടുത്തു. അതാണ് കക്ഷിയുടെ ഇച്ഛയെ പിൻപറ്റൽ. അതിനാണ് ഹിസ്ബിയത്ത് എന്ന് പറയുക. സഹോദരങ്ങളെ, ഇത് 2003-ൽ മടവൂരികൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയാണ്. നിങ്ങൾ ഇതേ വാദം, ഈ പറഞ്ഞ സെന്റൻസ് ഇൻഷാ അല്ലാഹ് ഈ കേസിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും കേൾക്കുമല്ലോ. ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ഇത് മടവൂരികൾക്ക് മറുപടി എടുത്തുകൊണ്ടും സംഘടന തിന്മയാണോ എന്നതിന് മറുപടി എടുത്തുകൊണ്ടും നടത്തിയ ഉജ്ജ്വലമായ പ്രസംഗം. ആ പ്രസംഗത്തെ A to Z ഞങ്ങൾ അനുസരിക്കുന്നു, ഞങ്ങൾ സ്വീകരിക്കുന്നു. ആ കാര്യത്തിൽ സലഫിയെ ഞങ്ങൾ 100% പിൻപറ്റുന്നു. പക്ഷെ വിഷയം എന്താ? ഇതേ കാര്യം തന്നെ എടുത്തോ. തറാവീഹ് 11 എന്ന് തീരുമാനിച്ചു, അതിൽ തർക്ക. ശരി, ആ തർക്കത്തിന് തീരുമാനം കൊടുത്തുകൊണ്ടായത്. ശരി, ഇസ്ലാമിക ലോകം ഒരു ദുർബല ഹദീസിന്റെ കാര്യത്തിൽ ചർച്ച നടത്തി. പോയിന്റാണ് ഞാൻ പറയുന്നത്. ഇസ്ലാമിക ലോകം യാ ഇബാദല്ലാഹ് അഗീനൂനി എന്ന് പറയുന്ന ഒരു ഹദീസ് ദുർബലമാണ് എന്ന് മുസ്ലിം ലോകം അംഗീകരിച്ചു. അതോടൊപ്പം അതുകൊണ്ട് അമലി ചെയ്യരുത് അടിവരട് തന്നെയാണ്. വിചിന്തനം ലേഖനം ഓർത്തുകൂടിയാ പറയുന്നത്. വിചിന്തനത്തിൽ കുറെ നുണ വരുന്നുണ്ട്, വിചിന്തനത്തിൽ കുറെ നുണ എഴുതുന്നുണ്ട്. ആ ലേഖനം ഇങ്ങനെ നുണയുടെ ഒരു കോമ്പലയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ വിചിന്തനത്തിന്റെ ഈ നുണപ്രചരണത്തിന് മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ ഇസ്ലാഹിൽ, നമ്മുടെ ആദർശത്തിന്റെ ജിഹ്വ തീപ്പന്തമാണത്. സലഫിയത്തിന്റെ തീപ്പന്തം നമ്മുടെ അൽ ഇസ്ലാഹ്. ഇനി അതാ നമുക്ക് പ്രതീക്ഷ. ആദർശം എഴുതാൻ ഖുർആനും സുന്നത്തും. നോക്കൂ, സലീം ഹമദാനിയോട് AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞില്ലേ? ഹമദാനി ചോദിച്ചു, മൗലവി ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? AP അബ്ദുൽ ഖാദർ എന്ത് ചെയ്യാനാണ്?
ഖുർആനും സുന്നത്തിൽ നിനക്ക് മനസ്സിലായത് വെട്ടി തുറന്ന് പറയൂ. അതിനാ ഇസ്ലാഹ്. അതിന് വിചിന്തനം പറ്റില്ല. അൽമനാർ ഇനി പറ്റില്ല. കാരണം പറ്റുമായിരുന്നു, പറ്റിയിരുന്നു, അങ്ങനെ എഴുതിയിരുന്നു. ഇപ്പൊ ചില ആളുകളുടെ നിർദ്ദേശമുണ്ട്, ഇന്നതൊന്നത് എഴുതരുത്, ഇന്നതൊന്നത് എഴുതരുത്. ലേറ്റസ്റ്റാ ജാമിയ നദവിയ ആയിരങ്ങളുടെ ചോര നീരാക്കി കെട്ടിപ്പടുത്ത മഹാസൗധം. അവിടെ ഇപ്പം നടക്കണ എന്തറിയോ? മടവൂരി സംരക്ഷണം, മടവൂരി സംരക്ഷണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാ ഇവരുടെ അവിടുത്തെ കുട്ടികൾ മാസത്തിൽ ഇറക്കുന്ന മാഗസിനാണ്. ഈ മാഗസിനിലെ ഒരു പയ്യന്റെ ലേഖനമുണ്ട്. ആ ലേഖനം മൻഹജുസ്സലഫും മടവൂരി മനഹജും എന്ന് പറഞ്ഞിട്ടാണ്. ഇതാണ് ആ ലേഖനം. ഇത് ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. ഈ ലേഖനം എഴുതി അനസ് തിരൂർ എന്ന് പറയുന്ന പയ്യൻ. ഈ ലേഖനം എഴുതിയപ്പോ ഉണ്ടായതെന്താ അറിയുന്നത്? ഈ ലേഖനം